സീറോ മലബാർ സഭയിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ പുരോഹിതന്മാർക്കും ബിഷപ്പുമാർക്കും എതിരെ നിരവധി ലൈംഗിക പീഡന ദുരുപയോഗ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഈ ആരോപണങ്ങളോടുള്ള സഭയുടെ പ്രതികരണം കാര്യമായ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. മൂടിവെക്കൽ, ഇരകളുടെ ആശങ്കകൾ വേണ്ടത്ര പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നീ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സീറോ മലബാർ സഭയിൽ നിരവധി സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. സ്ത്രീകൾക്കും പ്രായപൂർത്തിയാകാത്തവർക്കും എതിരായിട്ടുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ സീറോ മലബാർ സഭയിലെ പുരോഹിതന്മാർ ആരോപിക്കപ്പെടുകയോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്തതായി നിരവധി രേഖകളാണ് ഉള്ളത്. 9 വയസ്സുള്ള 3 പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് 2019 ഒരു പുരോഹിതനെതിരെ എടുത്ത കേസും 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതിന് ഒരു പുരോഹിതന് 20 വർഷം തടവ് ശിക്ഷ ലഭിച്ച 2017 കേസും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മാത്രമല്ല നിരവധി സ്ത്രീവിരുദ്ധ കേസുകളും സഭയിലുണ്ട്. എല്ലാം മൂടിവെക്കപ്പെടുകയാണ്. സീറോ മലബാർ സഭയിൽ രഹസ്യത്തിന്റെ സംസ്കാരമാണുള്ളത്. സീറോ മലബാർ സഭ ഉൾപ്പെടെ ഇന്ത്യയിലെ കത്തോലിക്ക സഭയ്ക്കുള്ളിലെ ലൈംഗിക പീഡന കേസുകൾ പരസ്യമായി ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് ചില സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സാമൂഹിക ബഹിഷ്കരണ ഭയവും മതസംഘടനയെ നാണക്കേട് വരുത്താൻ വിമുഖതയും കാരണം പീഡനം റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ ഇരകൾ സമ്മർദ്ദം നേരിടേണ്ടി വരുന്നുണ്ട്. സഭയുടെ പ്രതികരണവും നയങ്ങളും വിശ്വാസികളെ അത്ഭുതപ്പെടുത്തുകയാണ്. സഭയിലെ നിഷേധവും അധികാര പരിധിയുടെ അഭാവവും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. സഭയിലെ കേസുകൾക്ക് വിചാരണയില്ല. ധാർമ്മിക നേതൃത്വത്തിന്റെ പരാജയമാണ് എന്നും അധികാര പരിധിയുടെ മറവിൽ ഒളിക്കാനുള്ള ശ്രമമാണ് എന്നും വിമർശകർ വാദിക്കുന്നുണ്ട്. ഈ അഴിമതികളുടെ പശ്ചാത്തലത്തിൽ ലൈംഗിക പീഡനത്തിന്റെയും ചൂഷണത്തിന്റെയും പരാതികൾ പരിഹരിക്കുന്നതിനായി സീറോ മലബാർ സഭ അതിന്റെ രൂപതകളിൽ സുരക്ഷിത പരിസ്ഥിതി നയങ്ങളും കമ്മിറ്റികളും സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഈ കമ്മിറ്റികൾ ആന്തരിക പരാതി സമിതികൾ പോലെ പ്രവർത്തിക്കാനും സ്ത്രീകൾക്കും ദുർബലരായ മുതിർന്നവർക്കും ഉൾപ്പെടെ എല്ലാവർക്കും തുറന്നിരിക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. പ്രായപൂർത്തിയാകാത്തവരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സീറോ മലബാർ സഭ രൂപതകളിൽ നിന്ന് ഓൺലൈൻ കണ്ടെത്തുന്ന സുരക്ഷിത പരിസ്ഥിതി നയങ്ങളിലും രേഖകളിലും ഭൂരിഭാഗവും പ്രായപൂർത്തിയാകാത്തവർക്കെതിരായിട്ടുള്ള ലൈംഗിക പീഡനം തടയുന്നതിലും റിപ്പോർട്ട് ചെയ്യുന്നതിലും പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സിവിൽ അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതിന്റെയും പശ്ചാത്തല പരിശോധനകൾ നടത്തേണ്ടതിന്റെയും പുരോഹിതന്മാർക്കും സന്നദ്ധ പ്രവർത്തകർക്കും ഒരു പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച് പരിശീലനം നൽകേണ്ടതിന്റെയും പ്രാധാന്യം അവർ പലപ്പോഴും ഊന്നി പറയുന്നു. എപ്പാർക്കിയയിലെ ആ കമ്മിറ്റികളുടെ തീരുമാനങ്ങൾക്കെതിരായുള്ള അപ്പീലുകൾ കൈകാര്യം ചെയ്യുന്നതിനും പീഡന കേസുകളുടെ മറയ്ക്കൽ തടയുന്നതിനുമായി സീറോ മലബാർ സഭ ഒരു അപ്പലേറ്റ് സേഫ് എൻവയോൺമെന്റ് കമ്മിറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. സംഗ്രഹിക്കുകയാണെങ്കിൽ സുരക്ഷിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുള്ള പ്രതിബദ്ധത സീറോ മലബാർ സഭ പ്രഖ്യാപിക്കുകയും ലൈംഗിക പീഡനം പരിഹരിക്കുന്നതിനുള്ള നയങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും മുൻകാലങ്ങളിലും വർത്തമാനങ്ങളിലും പ്രത്യേക കേസുകൾ കൈകാര്യം ചെയ്തതിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. കൂടാതെ ഉത്തരവാദിത്തമില്ലായ്മയും ഉണ്ടായിട്ടുണ്ട്. സഭ പലപ്പോഴും ഇരകളെ പരാജയപ്പെടുത്തിയതായി തോന്നുകയും നീതിക്കായി സിവിൽ അധികാരികളെ സമീപിക്കേണ്ടി വരികയും ചെയ്തിട്ടുമുണ്ട്.